പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെക്കുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 ഹ്യൂമാനിറ്റീസിൻ്റെ സോഷ്യോളജിയുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോസാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം 2024 ഏപ്രിലിനും തുടർന്നുള്ള ബാച്ചിലും ഇനി മുതൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ പഴയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫോളോ ചെയ്യാൻ പറ്റില്ല. ഇനി അവർക്ക് പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോളോ ചെയ്യേണ്ടത്. അതിൻ്റെ പാറ്റേൺസ് ആണ് നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോസ് ഓരോ മാർക്കിൻ്റെ നമ്മൾ ക്വസ്റ്റ്യൻസ് അവതരിപ്പിച്ച് കഴിഞ്ഞു. ഇനിയും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുതന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ അവതരിപ്പിക്കുന്നത്. 3 മണിക്കൂറിന്റെ എക്സാം ആണ്. ഉച്ചക്ക് 2:30 മണി മുതൽ 5:30 മണി വരെയുള്ള എക്സാം ആണ്. എഴുത്തു പരീക്ഷയ്ക്ക് 80-ൽ 26 മാർക്കാണ് എഴുതി പാസ്സാകാൻ ആവശ്യമുള്ളത്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ 100-ൽ 33 മാർക്കും വേണം. അപ്പൊ ഇനി നമുക്ക് ബ്രാക്കറ്റിൽ നിന്ന് ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് വരുന്നത്. അവിടെ ഉചിതമായത് പൂരിപ്പിക്കാനുള്ളതാണ്. ഓക്കെ, ആൻസർ എനി 2 ആണ്. നമുക്ക് 3 ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഏതെങ്കിലും 2 ആൻസർ ചെയ്യാനാണ്. ഓരോന്നിനും ഓരോ മാർക്കാണ്. ട്രൈബൽ സൊസൈറ്റീസ് ആർ നോൺ ആസ് 19ാമത്തെ ക്വസ്റ്റ്യൻസ് കാണുന്നില്ല ഇതിൽ. അതിൽ പറയുന്നുണ്ട് ട്രൈബൽ സൊസൈറ്റീസ് നോൺ ആസ് ഡാഷ്. അതിന് ആൻസർ വരുന്നത് സിമ്പിൾ സൊസൈറ്റീസ് ആണ്. ട്രൈബൽ വിഭാഗം, ട്രൈബൽ എന്നാണ് ഈ മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകളുണ്ടാവും. അവരാണ് എന്ത് പറയുന്നത് സിമ്പിൾ സൊസൈറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടുഡേ മോസ്റ്റ്ലി ട്രൈബൽ പ്രോബ്ലംസ് ആർ കോൺസിക്വൻസ്. ഇന്ന് കൂടുതൽ ഈ ട്രൈബൽ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ഉത്ഭവിക്കാനുള്ള കാരണം കൾച്ചറൽ ആണോ, പൊളിറ്റിക്കൽ ആണോ, സോഷ്യൽ ആണോ? അപ്പൊ അതിന്റെ ആൻസർ കൾച്ചർ ആണ്. സാംസ്കാരിക കാരണങ്ങളാണ് കൂടുതൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ്, റൂറൽ എക്കണോമിക്സ് ബേസ്ഡ് ഓൺ ഡാഷ്. റൂറൽ ആയിട്ടുള്ള സമ്പത്ത് വ്യവസ്ഥ ഏതിനെ ബേസ്ഡ് ആണ്? അഗ്രികൾച്ചർ, കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. അവരുടെ പ്രധാന ഉപജീവനം എന്ന് പറയുന്നത് നമുക്കറിയാം കൃഷിയാണ്. ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 20-ൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ്. 7 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇഷ്ടമുള്ള 5 എണ്ണം. ഓരോന്നിനും ഓരോ മാർക്കാണ്. അപ്പൊ 5 എണ്ണത്തിന് 5 മാർക്ക്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് 20-ൽ ഒന്നാമത് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസിഡർഡ് ആസ് എ നഴ്സറി ഓഫ് ഹ്യൂമൻ നേച്ചർ ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കൺസിഡേഴ്സ് എ നഴ്സറി ഓഫ് ഹ്യൂമൻ നേച്ചർ. ഇതിനറിയപ്പെടുന്ന പേരാണ് ഫാമിലി എന്നറിയപ്പെടുന്നത്. അതിന്റെ ആൻസർ ആണ് ഫാമിലി. അടുത്തത് ടൈപ്പ് ഓഫ് ഫാമിലി വിച്ച് ന്യൂലി വെഡിൽഡ് കപ്പിൾ വിത്ത് ഹസ്ബൻഡ് മെറ്റീരിയൽ അങ്കിൾ. അല്ലെ, ഭർത്താവിന്റെ അമ്മയുടെ സഹോദരന്റെ, അതായത് ഭർത്താവിന്റെ അമ്മാവന്റെ വീട്ടിൽ താമസിക്കാൻ, വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെ താമസിക്കുന്നതിനാണ് അവനോക്കോളിക്കൽ ഫാമിലി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവൻകോളോക്കൽ ഫാമിലി എന്ന പേരിൽ അറിയപ്പെടും. അടുത്തത്, എ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഒബ്റ്റൈൻ എമംഗ് സം പീപ്പിൾ ബിറ്റ്വീൻ നൈസ് ആൻഡ് ഹെയർ പാറ്റേൺ ഉണ്ട്. ഒരു പ്രത്യേകപരമായ ബന്ധമാണ്. ചില ആളുകൾ മരുമകളും അതേപോലെ തന്നെ സഹോദരിയുടെ അമ്മായി തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കുന്നുണ്ട്. അതിനെയാണ് അമിറ്റേറ്റ് കിൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് അനുകരിക്കുന്ന ബന്ധുത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യമാണ് കിൻഷിപ്പ് ബിഹേവിയർ. കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ബന്ധുത്വമാണ്. ബന്ധുത്വ ബിഹേവിയർ ഇൻ വിച്ച് 2 കിൻസ്മെൻ ഡു നോട്ട് അഡ്രസ് ഈച്ച് ഡയറക്ട്ലി. 2 ബന്ധുത്വം തമ്മിൽ ഒരു അഡ്രസ് ഇല്ലാത്ത രീതിയിലാണ് പോകുന്നതെങ്കിൽ അതിനെ ടെക്നോമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് 5ാമത്തെ ചോദ്യം, ടേം വിച്ച് ഡിസ്ക്രൈബ് എ പേഴ്സൺ ബൈലാറ്ററൽ സെറ്റ് ഓഫ് റിലേഷൻ ബൈ ഇൻവൈറ്റ് വെഡിങ്, ഫ്യൂനറൽസ് ഓർ അതർ സെറിമണി ഒക്കേഷൻ. അതിനാണ് കിൻഡേഡ് എന്ന് പറയുന്നത്. അല്ലേ, അതായത് ഒരു വ്യക്തി എന്ന് പറയുന്നത് ബൈലാറ്ററൽ ഉണ്ട്, യൂണിറ്റ് ഉണ്ട്. ബൈലാറ്ററൽ സെറ്റ് ഓഫ് റിലേറ്റീവ് ആണ്. അങ്ങനെ വിവാഹത്തിന് ശേഷം അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന എങ്ങനെയെങ്കിൽ അതിനെയാണ് കിൻഡേഡ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഫാമിലി വേർ പേഴ്സൺ ക്യാൻ മാരി മോർ ദാൻ 1 വൈഫ്. ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാര് അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരാണെങ്കിൽ അതിനെയാണ് പോളിഗമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത, ബേസിസ് ഓഫ് ക്ലാസിഫൈങ് കിൻഷിപ്പ് ബേസ്ഡ് ഓൺ റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ. നമ്മൾ ഈ ബന്ധുത്വം തരംതിരിക്കുന്നുണ്ട്. റേഞ്ച് ഓഫ് ആപ്ലിക്കേഷന്റെ അടിസ്ഥാനത്തിൽ ബന്ധുത്വം തരംതിരിക്കുന്നതിനാണ് ഡിസ്ക്രിപ്റ്റീവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇല്ല, 21ാമത്തെ ചോദ്യത്തിൽ 3 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ തന്നെ ഏതെങ്കിലും 2 എണ്ണം, 3 എണ്ണം തന്നിട്ട് 2 എണ്ണം എഴുതാനാണ്. ട്രൂ ഓർ ഫാൾസ് കണ്ടുപിടിക്കാനാണ്.
അതിൽ സൈക്ലിക്കൽ തിയറി ഡിസ്ക്രൈബ് ദാറ്റ് ദി സത്യയുഗ വിൽ സ്റ്റാർട്ട്, സത്യയുഗയിലാണ് ആരംഭിക്കുന്നത്, കാലയുഗയിലാണ് അവസാനിക്കുന്നത്. അത് ശരിയാണ്. അടുത്ത ഫങ്ഷണൽ തിയറി ഡിനോട്ട്, ഫങ്ഷണൽ തിയറി പറയുന്നുണ്ട് ഈച്ച് ന്യൂ സ്റ്റേജ് ഡെവലപ്മെന്റ് ഈസ് മോർ അഡ്വാൻസ്ഡ് ആണ്. ഓരോ സ്റ്റേജിലുള്ള ഡെവലപ്മെന്റും മുമ്പത്തേനേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആണ്. അത് തെറ്റാണ്. അടുത്ത് സോഷ്യൽ ചേഞ്ചസ് ഈസ് എ ചേഞ്ച് ഇൻ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. സോഷ്യൽ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. അതേപോലെ നോർമാറ്റീവ് സ്ട്രക്ചർ ഓഫ് സൊസൈറ്റിയാണ്. അത് ശരിയാണ്. 22 നമുക്ക് ഏതെങ്കിലും 3 ആൻസർ ചെയ്യാണ്. 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഇഷ്ടമുള്ള 3. എ ജോഗ്രാഫിക്കൽ ഏരിയ ഹാവിംഗ് ദ ബേസിക് കണ്ടീഷൻ കോമൺ ലൈഫ് നോൺ ആസ് കമ്മ്യൂണിറ്റി. അതിനാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരു ജോഗ്രാഫിക്കൽ ഏരിയ ഉണ്ട്, ബേസിക് കണ്ടീഷൻ കോമൺ ലൈഫ്, ഒരു പൊതുവായിട്ടുള്ള ജീവിതമാണ് അവിടെ വരുന്നത്. അതിനാണ് കമ്മ്യൂണിറ്റി. അത് ശരിയാണ്. അടുത്ത ഗ്രൂപ്പ്സ് ആർ ആൾസോ കാൾഡ് ബൈ സം സോഷ്യോളജിസ്റ്റ് ആസ് എ സോഷ്യൽ ബ്രിക്സ് ആണ്. ഗ്രൂപ്പ്സിനെ അറിയപ്പെടുന്നുണ്ട് ചില സോഷ്യോളജിസ്റ്റിന് സോഷ്യൽ ബ്രിക്സ് എന്ന രൂപത്തിൽ. അത് ശരിയാണ്. അത് വേർ മെമ്പേഴ്സിന്റെ കൈവശമുണ്ട് പ്രിജുഡീസ്, മുൻവിധികള് ആൻഡ് സുപ്പീരിയറിറ്റി വരുന്നുണ്ട്. അതേപോലെ ശ്രേഷ്ഠതകള്, ഇൻഫീരിയറിറ്റി, അപകടകരമായിട്ടുള്ള കാര്യങ്ങള്, കോംപ്ലക്സിറ്റി ടു സെവറൽ അതർ ഗ്രൂപ്പ് നോൺ ആസ് ചാൻസ് ഗ്രൂപ്പ്. അതിനാണ് ചാൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. തെറ്റാണ്. അടുത്ത ഗ്രൂപ്പ് ടു വിച്ച് ഇൻഡിവിജ്വൽ ലുക്ക് ആസ് എ മോഡൽ ഓൺ ആക്ഷൻ ആൻഡ് ബിഹേവിയർ കാൾഡ് റിഫറൻസ് ഗ്രൂപ്പ്. അത് ശരിയാണ്. ഓൺ ദി ബേസിസ് ഓഫ് ഫീലിംഗിന്റെ ബേസിൽ ഗ്രൂപ്പ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്. ഫീലിംഗിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പിന് ബന്ധമുണ്ട് ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും തമ്മിൽ. അത് ശരിയാണ്. ഇനി അടുത്തത് 2 അഭിപ്രായം തരും. ആ 2 അഭിപ്രായത്തിൽ 2 ശരിയാണോ 2 തെറ്റാണോ, അതല്ലെങ്കിൽ എ ശരി ബി തെറ്റാണോ, അല്ലെങ്കിൽ എ തെറ്റ് ബി ശരിയാണോ എന്നുള്ളത് നിർണ്ണയിക്കണം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദി കറക്റ്റ് ഓപ്ഷൻ ആണ്. മാസ് മീഡിയാസ് ആക്സിലേറ്റഡ് പ്രോസസ് ചേഞ്ചസ് സ്പ്രെഡ് ഇൻ ദി എലമെന്റ് ഇൻഡിവിജ്വൽ. മാസ് മീഡിയയിലൂടെ ഒരു വ്യക്തിയുടെ കൾച്ചറൊക്കെ മാറ്റം വന്നു, ആൻഡ് ഹിസ് റിസൾട്ടഡ് ഇൻ എ കൾച്ചറൽ മോഡേണൈസേഷൻ വന്നു എന്നുള്ളതാണ് എ പറയുന്നത്. അടുത്ത് ബി ആർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഡിഫ്യൂഷൻ വെൻ വൺ സൊസൈറ്റി അഡാപ്റ്റ് കൾച്ചർ ട്രേറ്റ്, അനദർ ത്രോ പ്രൊലോങ്ഡ് കോണ്ടാക്ട് ആണ്. അപ്പൊ ഇത് 2 ശരിയാണ്. സി ആണ് ആൻസർ. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആണ്. അടുത്ത ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് കറക്റ്റ് ഓപ്ഷൻ ആണ്. എ പറയുന്നത് സൊസൈറ്റി വേർ ദ നോൺ മെറ്റീരിയൽ ആസ്പെക്ട്. സൊസൈറ്റി എന്ന് പറയുന്നത് നോൺ മെറ്റീരിയൽ കൾച്ചറാണ്. ഗെറ്റ് മെറ്റീരിയൽ ചേഞ്ച് ടുവേർഡ്സ് ദി പീസ് ആൻഡ് സൊസൈറ്റി ഹാർമണി ആർ നോട്ട് ലൈക്ക് ടു സീ മോർ പ്രോഗ്രസ് ആണ്. ഇത് 6 പറയുന്നുണ്ട് വെൻ നോൺ മെറ്റീരിയൽ കൾച്ചർ ഡസ് നോട്ട് അഡ്ജസ്റ്റ് ഹിസ് സെൽഫ് ആണ്. നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എന്നാണ് പറയുന്നത്. മെറ്റീരിയൽ ചേഞ്ച് റിസൾട്ട് ഇൻ ലാഗ് ബിറ്റ്വീൻ ടു ഇസ് കാൾഡ് കൾച്ചറൽ ലാഗ് ആണ്. അപ്പൊ ഇതിൽ എ പറഞ്ഞത് തെറ്റാണ്, 6 പറഞ്ഞത് ശരിയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. റീഡ് ദ ഫോളോയിങ് കറക്റ്റ് ഓപ്ഷൻസ് ആണ്. സോഷ്യൽ സ്റ്റെബിലിറ്റി, സാമൂഹിക സ്ഥിരത നേടിയെടുക്കുന്നത് കണ്ടിന്യൂസ് കോൺഫ്ലിക്റ്റ്, സ്ഥിരമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. തേസിസ് ആൻഡ് ഓന്തസിസ് ആണ് അങ്ങനെയൊക്കെ അതിൽ പറയുന്നത്. അപ്പൊ തന്നെ തെറ്റാണ്. ഒരു സാമൂഹിക സ്ഥിരത ഒരിക്കലും തർക്കത്തിലൊന്നാണ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എ പറയുന്നത് എന്തായാലും തെറ്റാണ്. ഇനി 6 പറയുന്നത് നോക്കാം. കോൺഫ്ലിക്റ്റ് തിയറി സോഷ്യൽ ചേഞ്ചസ് ആണ്. കോൺഫ്ലിക്റ്റ് തിയറി ഓഫ് സോഷ്യൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ആണ്. തുല്യമല്ലാത്ത രീതിയിൽ അധികാരങ്ങളും അതോറിറ്റിയൊക്കെ വിതരണം ചെയ്തതിലൂടെ തർക്കം ഉണ്ടാകും. അത് ശരിയാണ്. അപ്പൊ എ പറയുന്നത് ശരിയും 6 പറയുന്നത് തെറ്റാണ്. ബി ആണ് ആൻസർ. അടുത്തത് ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് കറക്റ്റ് ഓപ്ഷൻ ആണ്. എ പറയുന്നത് പാറ്റേൺ ഓഫ് സോഷ്യൽ ചേഞ്ചസ് ആർ ലൈക്ക് റിതം ഓഫ് നേച്ചർ സച്ച് ആസ് ഡേ ആൻഡ് നൈറ്റ് വിച്ച് ആസ് പ്രീ ഡിറ്റർമിൻഡ് ലൈഫ് സൈക്കിൾ ആണ്. സോഷ്യൽ ചേഞ്ചസ് എന്ന് പറയുന്നത് റിതം ഓഫ് നേച്ചർ അല്ലേ, അതേപോലെ തന്നെ ഡേ ആൻഡ് നൈറ്റ്, ഇതൊക്കെ അതിലൂടെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ശരിയാണ്. എന്നാൽ 6 പറയുന്ന റാപ്പിഡ് ചേഞ്ചസ് ഓൺ ക്ലോസർ ലുക്ക് ഫോൺ ടു ബി റിപ്പീറ്റഡ് സെറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ് നോട്ട് ഫ്രം സൈക്കിളിക്കൽ പാറ്റേൺ. അത് തെറ്റാണ്. അപ്പൊ എ പറയുന്നത് ശരിയും 6 പറയുന്നത് തെറ്റാണ്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദി ഫോളോ ആയിട്ട് കറക്റ്റ് ഓപ്ഷൻ ആണ്. ഡ്യൂറേഷൻ ഓഫ് ചേഞ്ചസ് വേരീസ്. ഡ്യൂറേഷൻ ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്
വ്യത്യാസമാണ്. 6 പറയുന്നത് സം ചേഞ്ചസ് ഒക്കേർഡ് വിത്ത് ഷോർട്ട്, ചില ചേഞ്ചസ് ഷോർട്ട് ടൈമിന്റെ ഉള്ളിൽ മാറും. അതർ ടേക്കൺ ടു സെഞ്ചുറി, ചിലതൊക്കെ ഒരു നൂറ്റാണ്ടുകളാവും എന്നുള്ളതാണ്. അപ്പൊ ഇതില് ആൻസർ സി ആണ്, എയും ആറും പറയുന്നത് ശരിയാണ്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദി ഫോളോ കറക്റ്റ് ഓപ്ഷൻ ആണ്. വെൻ വി സീ റെവല്യൂഷൻ ആസ് എ ഫോം, റെവല്യൂഷൻ എന്ന് പറയുന്നത്, പരിണാമം എന്ന് പറയുന്നത് ഒരു ചേഞ്ചസ് ആണ്. ഇറ്റ് ഈസ് പെർസീവ്ഡ് ആസ് എ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ശരിയാണ്, പരിണാമം ഉണ്ടാകുന്നത് ചേഞ്ചിലൂടെയാണ്. അത് 6 പറയുന്നത് ചേഞ്ച് ദാറ്റ് കം എബൌട്ട് എ ലോങ് പീരിയഡ്, ചേഞ്ച് എന്ന് പറയുന്നത് ലോങ് പീരിയഡ് ടൈം ആൻഡ് എയിം ലിബറേറ്റിംഗ് പീപ്പിൾ ഫ്രം, അല്ലെ, അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലിബറേറ്റിംഗ്, ആളുകളെ ലിബറേറ്റ് ചെയ്യാണ്. അത് തെറ്റാണ്. അപ്പൊ എ എന്ന് പറയുന്നത് ശരിയാണ്, 6 തെറ്റാണ്. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ട് ചോദിക്കുക. ഇനിയും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് നമ്മൾ അടുത്ത വീഡിയോസിൽ ഉൾപ്പെടുത്തും. ഓക്കെ, താങ്ക് യു.